ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പോൾ നമ്മൾ ഫിസിക്സിലെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ലെൻസസ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ലൈറ്റ് റിലേറ്റഡ് ഫിനോമിന ഒക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിച്ചിട്ടുണ്ട്, റിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്, പിന്നെ മിറേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് വരുന്നത് ലെൻസസ് എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പൊ ലെൻസ് എന്താണ്? ടൈപ്സ് ഓഫ് ലെൻസ്. നമുക്ക് രണ്ട് തരം ലെൻസിനെ പറ്റി പഠിക്കാനുണ്ട്. കോൺവെക്സ് ലെൻസ്, ദെൻ കോൺകേവ് ലെൻസ്. അപ്പൊ ഈ കോൺവെക്സ് ലെൻസിന്റെ കോൺകേവ് ലെൻസിന്റെ പെക്യുലാരിറ്റീസ്, എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, ദെൻ ഇമേജ് ഫോർമേഷൻ, ഏത് തരത്തിലുള്ള ഇമേജ് ഫോർമേഷൻ ആണുള്ളത്, പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന രണ്ട് ചെറിയ ഒരു അത്യാവശ്യം അപ്ലൈ ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രുമെന്റ്സ്, അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ അത് കുറച്ച് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്, അത്യാവശ്യം കൺസെപ്റ്റ് ഉള്ള ചാപ്റ്റർ ആണ്. മനസ്സിലാക്കി പോവുക, എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലോണം പഠിച്ചിട്ടില്ലെങ്കിൽ സൈൻ ഇടുന്നത് പ്രോബ്ലംസിലൊക്കെ ചെറിയ ചെറിയ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലോണം മനസ്സിലാക്കിയാൽ എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്നാൽ നമ്മൾ വലുതായി പഠിച്ചില്ലെങ്കിൽ മാർക്ക് പെട്ടെന്ന് പോവാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ്. അതൊക്കെ മനസ്സിലാക്കി സീരിയസ് ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക. കുറെ തെറ്റുകൾ വരാൻ, മിസ്റ്റേക്ക്, നമ്മൾ പ്രോബ്ലംസ് ചോദിക്കുക, പ്രോബ്ലത്തിൽ കുറച്ച് മിസ്റ്റേക്ക് വരാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് മുമ്പേ പറയുന്നത്. അപ്പം സീരിയസ് ആയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കാം. നോക്കാം. ലെൻസസ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. സിമ്പിൾ, പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണേ നല്ലോണം സ്കോർ ചെയ്യാം. പഠിച്ചിട്ടില്ലെങ്കിലാണ് എറേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യത. അപ്പൊ നന്നായി നോക്കുക, എടുക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് പഠിക്കാൻ ശ്രമിക്കുക, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പൊ നോക്കിയാലോ, നമുക്ക് നോക്കാം. ഇവിടെ പിക്ചർ കാണുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത് നോക്കാം. ഹൗ ഫാർ അവേ ആർ ദ സ്റ്റാർസ്? ദേ ക്യാൻ ബി സീൻ വെരി ക്ലോസ് വെൻ വ്യൂഡ് ത്രൂ ദിസ്. ഹൗ ഡസ് ടെലിസ്കോപ്പ് മേക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്ട് അപ്പിയർ സോ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ക്ലോസ്? ഈ കുട്ടി പറയാണ് സ്റ്റാർസ് ഫാർ അവേ ആണ് എന്നാ. They can be seen very close when viewed through this. ഈ ഒരു ടെലിസ്കോപ്പിലൂടെ വ്യൂ ചെയ്യുമ്പം ഇത്രയും ഫാർ ആയിട്ടുള്ള സ്റ്റാറിന് നമുക്ക് നിയർ ആയിട്ട് തോന്നുന്നുണ്ട്, ക്ലോസ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടി ചോദിക്കുന്നതാണ്, ഹൗ ഡസ് എ ടെലിസ്കോപ്പ് മേക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്ട് അപ്പിയർ സോ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ക്ലോസ്? കുട്ടീൻ്റെ ഡൗട്ടാണ്. അപ്പൊ ഇത്രയും ഫാർ ആയിട്ടുള്ള സ്റ്റാറിന് എങ്ങനെയാണ് ക്ലോസ് ആയിട്ടും വ്യക്തമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ടെലിസ്കോപ്പിലൂടെ എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് നിങ്ങൾ കുറെ പേര് ടെലിസ്കോപ്പ് കണ്ടിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇത്രയും ദൂരമുള്ള സ്റ്റാറിനെ എങ്ങനെയാണ് ടെലിസ്കോപ്പിലേക്ക് ഇത്ര അടുത്തും വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതെന്ന്? എന്താണെന്ന് വെച്ചാല് ഈ ടെലിസ്കോപ്പിൽ യൂസ് ചെയ്ത ലെൻസിന്റെ ഒക്കെ പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ഓരോന്ന് ലെൻസിനെ പറ്റി പഠിക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടെലിസ്കോപ്പിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലെൻസ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇമേജ് വലുതായിട്ട് കാണുന്നത്, അതായത് അടുത്തായിട്ട് കാണുന്നത്, വ്യക്തമായിട്ട് കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ നമ്മൾ ഒരു ചെറിയ ടെലിസ്കോപ്പ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലുള്ള ഓരോ കാര്യങ്ങൾ വ്യക്തമാവും. നമുക്ക് ചാപ്റ്ററിലേക്ക് മെല്ലെ പോയാലോ? നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണേ, പറ്റുന്നതും ഡെയിലി പഠിക്കുക, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിച്ചു പോവുക. ഇല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ നന്നായിട്ട് വരും. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നത്, നന്നായിട്ട് പഠിക്കുക. ഹാവ് യു എവർ ഹേർഡ് സച്ച് ഡൗട്ട്സ്? നിങ്ങൾക്ക് അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞില്ലേ ടെലിസ്കോപ്പിലൂടെ അടുത്ത് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം, ആ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നാ ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവ് ഫിഗർ 2.1. ഈ ഒരു ഫിഗർ ആണ് പറയുന്നത്. Have you noticed older people using reading lens to make letters appear larger? Where else are lenses used? Write down them. ഈ ഒരു പിക്ചർ കാണുന്നില്ലേ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഇതൊരു ലെൻസ് ആണ്. ഈ ആളുടെ കയ്യിലുള്ളത് ലെൻസ് ആണ്. അവര് നമ്മളെ ന്യൂസ് പേപ്പറിന്റെ മുകളിൽ ആ ലെൻസ് വെച്ചിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വായിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഈ ലെൻസിന്റെ ഉള്ളിൽ കാണുന്ന അക്ഷരങ്ങളില്ലേ, ആ കുറച്ചുകൂടെ വലുതായിട്ട് കാണുന്നില്ലേ? അപ്പൊ ആ അക്ഷരങ്ങളെ ഒന്ന് മാഗ്നിഫൈ ചെയ്യാൻ, ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ആള് റീഡിങ് ലെൻസ് യൂസ് ചെയ്യുന്നത്. റീഡിങ് ലെൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. പിന്നെ മിക്കവാറും ഇപ്പൊ എല്ലാവരും സ്പെക്ടാക്കിൾസ് ആണ് യൂസ് ചെയ്യാറ്. ഈ ടൈപ്പ് ലെൻസ് കാണാൻ പൊതുവെ സാധ്യതയില്ല. എന്നാൽ ഇങ്ങനത്തെ പിക്ചേഴ്സ് ഒക്കെ കുറെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ലെൻസ് യൂസ് ചെയ്യുന്നത് അവിടെ അക്ഷരങ്ങളെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലെറ്റേഴ്സ്
ഒന്ന് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡിംഗ് ലെൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വേറെ എവിടെയൊക്കെയാണ് നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നത്, വേറെ എൽസ് ആർ ലെൻസസ് യൂസ്ഡ്, റൈറ്റ് ഡൗൺ ദം. നമ്മളോട് അത് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചിവിടെ തന്നിട്ടുണ്ട്. ടോയ്സിൽ ലെൻസസ് യൂസ് ചെയ്യാറുണ്ട്. ഇൻ ടോയ്സ് ലെൻസസ് ആർ യൂസ്ഡ് ഇൻ ടോയ്സ്. ദെൻ സ്പെക്ടാക്കിൾസ് നമ്മളെ കണ്ണടയിലെ കണ്ണടകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്? ലെൻസസ് ആണ്. നമ്മള് സ്പെക്ടാക്കിൾസിൽ യൂസ് ചെയ്യുന്നത് ലെൻസസ് ആണ്. അതായത് ചിലർക്ക് അടുത്തുള്ളത് കാണാൻ സാധിക്കില്ല, ചിലർക്ക് ദൂരെ ഉള്ളതായിരിക്കും കാണാൻ സാധിക്കാത്തത്. അപ്പൊ നമ്മളെ കണ്ണിന് പ്രശ്നത്തിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെൻസസ് ആണ് നമ്മൾ സ്പെക്ടാക്കിൾസിൽ യൂസ് ചെയ്യുക. അപ്പൊ സ്പെക്ടാക്കിൾസിൽ നമ്മൾ നന്നായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഡോർ ലെൻസ്. ഡോർ ലെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ചില വീടിന്റെ വാതിലുകളിൽ നമ്മൾ ഒരു ചെറിയൊരു ലെൻസ് വെക്കാറുണ്ട് പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്താരാ വന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാ. ചെറിയൊരു ഹോളായിരിക്കും, പക്ഷെ ആ ലെൻസിലൂടെ നോക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ സാധിക്കും. അപ്പൊ ഡോർ ലെൻസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അതായത് ഡോറുകളിൽ ലെൻസ് ആയിട്ട് ഈ ലെൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡോർ ലെൻസ്. പിന്നെ നമുക്ക് എന്ത് പറയാം? റീഡിംഗ് ലെൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? മാഗ്നിഫയിങ് ലെൻസ് ഒബ്ജക്റ്റിനെ വലുതായിട്ട് കാണുന്നത് മാഗ്നിഫയിങ് ലെൻസ്. പിന്നെ കേട്ടിട്ടുണ്ടോ ബേണിംഗ് ലെൻസ് ഉണ്ട്. ബേണിംഗ് ലെൻസ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേണിംഗ് ലെൻസ് പറഞ്ഞിട്ടുണ്ട്, മാഗ്നിഫൈങ് ലെൻസ് പറഞ്ഞു, റീഡിംഗ് ലെൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഡോർ ലെൻസിലുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ സ്പെക്ടാക്കിൾസ് പറഞ്ഞിട്ടുണ്ട്, ടോയ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചില ഡോക്ടേഴ്സ് ഒക്കെ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മാഗ്നിഫൈങ് ലെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സ് ഒക്കെ മാഗ്നിഫൈങ് ലെൻസ് യൂസ് ചെയ്യാറുണ്ട്. ചില മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ മൈക്രോസ്കോപ്പ് കേട്ടിട്ടില്ലേ? മൈക്രോസ്കോപ്പിൽ ലെൻസ് യൂസ് ചെയ്യാറുണ്ട്. മൈക്രോസ്കോപ്പ് നമ്മൾ തുടക്കത്ത് പറഞ്ഞല്ലോ ടെലിസ്കോപ്പ്. അതിലെന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ടെലിസ്കോപ്പില് നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ 4, 5, 6, 8 എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു 4 എന്തായാലും പഠിച്ചു വെക്കുക. ലെൻസസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ടോയ്സിലുണ്ട് ടോയ്സ്, ദെൻ സ്പെക്ടാക്കിൾസ്, ഡോർ ലെൻസ്, റീഡിംഗ് ലെൻസ് ആയിട്ടുണ്ട്, മാഗ്നിഫൈങ് ലെൻസ്, ബേണിംഗ് ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്. ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. ലെൻസസിന് വാരിയസ് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് മാത്രമൊന്നല്ല, വാരിയസ് അപ്ലിക്കേഷൻസ് ഉണ്ട്. ദെൻ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിലെ ചില മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നമ്മളെ ലെൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. വാരിയസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് നമ്മളെ ലെൻസിനുണ്ട്. So, what makes these lenses different from a sheet of glass? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്ലാസിന്റെ ഷീറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. സ്മോൾ ഷീറ്റ് ഗ്ലാസിന്റെ ആ ഒരു ഷീറ്റും ലെൻസും നിങ്ങളിപ്പോ ഈ ഒരു സംഭവം കണ്ടോ? ഈ ലെൻസിന് പകരം ഒരു ഗ്ലാസിന്റെ ഷീറ്റ് വെച്ച് നോക്കിയേ. ഗ്ലാസിന്റെ ഷീറ്റ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ അക്ഷരങ്ങൾ വലുതായിട്ട് കാണാൻ സാധിക്കോ? ഇല്ല. ഇതുപോലെ വായിക്കാൻ സാധിക്കോ? കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഗ്ലാസ് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അക്ഷരങ്ങൾ കാണാനും വായിക്കാനും സാധിക്കോ? ഇല്ല. അപ്പൊ ലെൻസസിന് എന്തോ പ്രത്യേകത, ഗ്ലാസ് ഷീറ്റിൽ നിന്ന് എന്തോ ഒരു പ്രത്യേകത ലെൻസസിനുണ്ട്. അതാണ് ലെൻസിന് എന്താക്കുന്നത്? ഈ ഗ്ലാസ് ഷീറ്റിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത്. ആ പ്രത്യേകതകളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. Allow sunlight to fall on a paper through thin glass sheet of glass is observed. What is observed? ഇവിടെ ഒരു പേപ്പർ ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്ലാസിന്റെ ഷീറ്റ്. ഈ ഗ്ലാസ് ഷീറ്റ് ഇവിടെ വെക്കുകയാണ്. ദെൻ നമ്മൾ എന്താക്കാണ്? ലൈറ്റിനെ ഈ ഗ്ലാസ് ഷീറ്റിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവൻ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. സൺലൈറ്റ് കടത്തിവിട്ടാൽ ഇതെന്താണ്? ട്രാൻസ്പെറന്റ് ആണ്. സൺലൈറ്റ് കടത്തിവിടുക ഷീറ്റില് സൺലൈറ്റിന്റെ
ഇത് കാണാൻ സാധിക്കും. അതല്ലാതെ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? വേറെ ഒന്നും കാണാൻ സാധിക്കില്ല. ഈ ഗ്ലാസ് ഷീറ്റിലൂടെ ലൈറ്റ് കടത്തിയിടുമ്പോൾ ലൈറ്റ് പോകുന്നുണ്ട്. എന്നാൽ അടുത്തൊരു പിക്ചർ കണ്ടോ? ഈ പിക്ചർ ഒന്ന് നോട്ട് ചെയ്യാ. പിക്ചർ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പേപ്പർ ഉണ്ട്, ഇവിടെ ലെൻസ് ഉണ്ട്, ഇവിടെ ഒരു ബേൺ ചെയ്ത പോലെയല്ലേ, പേപ്പർ ബേൺ ചെയ്തതായിട്ട് കാണുന്നില്ലേ? നമുക്ക് നോക്കാം. Vary the distance between the paper and the glass sheet. What do you observe? നമ്മളിപ്പോ കണ്ടു ലൈറ്റ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, ലൈറ്റ് ഇതിലേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ ഡിസ്റ്റൻസ് ഞാൻ മാറ്റുകയാണ് ചെയ്യുന്നത്. ഗ്ലാസ് ഷീറ്റ് കുറച്ച് ബാക്കോട്ട് വെക്കുക, അല്ലെങ്കിൽ ഞാൻ ഗ്ലാസ് ഷീറ്റ് കുറച്ച് മുൻപോട്ട് വെച്ച് എന്തെങ്കിലും ചേഞ്ച് ഒബ്സർവ് ചെയ്യുമെന്നാണ് ചോദിച്ചത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. It is seen that the size of illuminated part does not change. ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. Whether the glass sheet is near or far from the paper, do the same activity using reading lens. അതായത് ഇതിന്റെ ഡിസ്റ്റൻസും ഫാറിൽ വെച്ചോ മിഡിൽ വെച്ചോ അടുത്ത് വെക്കോ ചെയ്ത്, പക്ഷെ എനിക്ക് ഇതിൽ എന്താണ് ഒരു മാറ്റവും വരുന്നില്ല, ഒരു ചേഞ്ചും നമ്മളെ ഗ്ലാസ് ഷീറ്റ് ഉണ്ടാകുന്നില്ല. സൺലൈറ്റ് ഗ്ലാസ് ഷീറ്റിലൂടെ നമ്മളൊരു പേപ്പറിലേക്ക് കടത്തി വിടുകയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എത്ര മാറ്റിയാലോ, അടുത്തേക്കായാലോ ബാക്കോട്ടായാലും എങ്ങോട്ടേക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാലും അവിടെ എനിക്ക് ഒരു ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത നമ്മളെ റീഡിംഗ് ലെൻസ് ആണ്. റീഡിംഗ് ലെൻസിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ റീഡിംഗ് ലെൻസ് നമ്മളോട് പറയാണ് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. That when the lens is held at a specific distance from the paper, the size of the illuminated area is greatly reduced and the intensity of light at that area increases. Hold the lens at that point for a long time. Can't you see the paper smoldering and catching fire? എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മളെ റീഡിംഗ് ലെൻസ് ആണ്. ഈ റീഡിംഗ് ലെൻസ് നമ്മൾ പേപ്പറിന്റെ അടുത്തേക്ക് വെച്ചു, ദെൻ സൺലൈറ്റിനെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്പെസിഫിക് ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ച സമയത്ത് സൺലൈറ്റ് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും, അത്രേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് വെച്ചിട്ട് ഞാൻ കുറച്ചു നേരം അതിങ്ങനെ ആ ഒരു പൊസിഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, നിലനിർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാം ഈ സൺലൈറ്റ് ഒരു പോയിന്റിൽ പോയിട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. കുറെ ടൈം വെക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കരിഞ്ഞു വന്നിട്ട് അവിടെ ബേൺ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് റീഡിംഗ് ലെൻസ് ഈ തരത്തിൽ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ക്ലിയർ ആയോ? റീഡിംഗ് ലെൻസിന്റെ കേസിൽ ഇതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നിങ്ങളിത് ചിലപ്പോൾ ചില ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ പേപ്പർ കത്തിക്കുന്നത്, ലെൻസ് വെച്ചിട്ട് ഒരു പോയിന്റിൽ വെച്ചിട്ട് ആ പേപ്പറിനെ ഫയർ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പേപ്പർ കത്തിപ്പോവാറുണ്ട്. ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ അല്ലാതെ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ഫിലിംസിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു എക്സ്പെരിമെന്റ് ബേണിംഗ് ലെൻസ് എക്സ്പെരിമെന്റ് എന്നൊന്ന് അടിച്ച് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മൾ റീഡിംഗ് ലെൻസിന്റെ കേസിൽ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇനി ലെൻസസിനെ പറ്റിയാണ്. ലെൻസസിന്റെ 2 ക്ലാസിഫിക്കേഷൻ, 2 ടൈപ്സ് ഓഫ് ലെൻസസ് ഉണ്ട്. പ്രധാനപ്പെട്ടതാണ്, രണ്ടിന്റെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ചാപ്റ്ററിന്റെ. അപ്പൊ നമ്മളെ ലെൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. 2 types of lenses ഉണ്ട്, convex lens and concave lens. So observe the lens used in the previous activity and note down its characteristics. നമ്മളോട് പ്രീവിയസ് ആക്ടിവിറ്റിയിലുള്ള ലെൻസിനെ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതാണ് നമ്മളെ പ്രീവിയസ് ആക്ടിവിറ്റിയിലുള്ള ലെൻസ്. ഈ ലെൻസിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്താണ് കാണുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ലെൻസിന്റെ ഇവിടെ ഒരു തിക്നെസ് ഉണ്ടാവും, നടുക്ക് തിക്നെസ് ഉണ്ടാവും, എഡ്ജ് എന്താ തിന്നായിരിക്കും. പിക്ചറിൽ നമുക്കത് മനസ്സിലാവില്ല. ശരിക്കുള്ള റീഡിംഗ് ലെൻസ് കാണാൻ പറ്റുന്നവര്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ, ഞാൻ പറഞ്ഞില്ല എക്സ്പെരിമെന്റിന്റെ വീഡിയോ ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ ആ ലെൻസ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നടുക്ക് എന്ന് പറയുമ്പോൾ തിക്കായിരിക്കും, എഡ്ജസില് കുറച്ചുകൂടെ തിന്നായിട്ടായിരിക്കും ഉണ്ടാവും. സോ thicker in the middle shows the object magnified. ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ് ആയിട്ടല്ലേ കാണുന്നത്. വായിക്കാൻ പറ്റാത്ത ഒരാൾ റീഡിംഗ് ലെൻസ് വെച്ചപ്പോ അത് എന്താവുകയാണ് ചെയ്യുന്നത്?
കുറച്ചുകൂടെ വലുതായി കാണും. മാഗ്നിഫൈ എന്ന് വെച്ചാൽ വലുതായിട്ട് കാണാൻ സാധിക്കുന്ന. സോ ഒബ്ജക്റ്റ് എന്താണ് നമ്മളെ ഷോസ് ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ്. ദെൻ തിന്നർ അറ്റ് ദ എഡ്ജ്. തിന്നർ അറ്റ് ദ എഡ്ജ്. എഡ്ജിൽ എന്താണ് തിന്നർ ആണെന്ന് പറയാം. അല്ലാതെ ഒരു പോയിന്റ് കൂടെ പറയാം നമുക്ക്. എന്താണ് ലൈറ്റ് റേസിലെ ഈ പിക്ചറിൽ കണ്ടോ, ഈ ലൈറ്റ് റേസ് ഇല്ലേ, ഈ ലൈറ്റ് റേസ് ഒരു പോയിന്റിലേക്കല്ലേ വരുന്നത്. ലെൻസിലൂടെ കടത്തി വിട്ടതിനു ശേഷം ഈ ലൈറ്റ് റേസ് ഒക്കെ ഒരു പോയിന്റിനെ ഫോക്കസ് ചെയ്താ വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാ പോകുന്നത്. എങ്ങനെയാണോ വന്നത് അതുപോലെ. പക്ഷെ ഇത് വന്നത് ഈ ലെൻസ് കടന്നതിന് ശേഷം ഒരു പോയിന്റിലേക്ക് എല്ലാ ലൈറ്റ് റേസും വന്ന് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കൺവേർജിങ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, കൺവേർജിങ്. സോ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടി എന്ന് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാൽ തിക്കർ അറ്റ് ദ മിഡില് തിക്കായിരിക്കും. എഡ്ജസിലേക്ക് വരുമ്പോ തിന്നായിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ലെൻസ് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനെ മാഗ്നിഫൈസ് ചെയ്യും. മാഗ്നിഫൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലുതായിട്ട് കാണിക്കും. പിന്നെ ലൈറ്റ് റേസ് എന്താവുകയാണ്, കൺവേജ് ചെയ്യാണ് ചെയ്യുന്നത്. കൺവേർജിങ്. ലൈറ്റ് റേസ് ആർ കൺവേർജിങ്. അത് ഓർത്ത് വെക്കണേ, കൺവേർജിങ്. The lens you are now familiar with is called convex lens. ഈ ടൈപ്പ് ഓഫ് ലെൻസിനെയാണ് നമ്മൾ പറയുന്നത്, ഈ പ്രോപ്പർട്ടീസ് കാണുന്ന ലെൻസിനെയാണ് നമ്മൾ പറയുന്നത് കോൺവെക്സ് ലെൻസ്. It was understood that such lenses can converge light rays. നമ്മൾ പറഞ്ഞു ആ ലെൻസിന് അതിലൂടെ കടത്തി വിടുന്ന ലൈറ്റിനൊക്കെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാൻ സാധിക്കും. ആ തരത്തിലുള്ള ലെൻസിനെ നമ്മൾ പറയും കൺവേർജിങ് ലെൻസ്. അപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കൺവേർജിങ് ലെൻസ് ആണ്. ദെൻ കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് അല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കി, എഡ്ജിൽ മെലിക്കിട്ടല്ലേ ഉള്ളത്. നോക്ക്, സെന്ററിൽ നോക്ക്, ഇത്രയും തിക്നെസ് ഉണ്ട്, സെന്ററിൽ ഇത്രയും തടി ഉണ്ട്. തിക്കർ അറ്റ് ദ മിഡിൽ. പക്ഷെ കോർണറിലേക്ക് പോകുമ്പോ നോക്ക്, തിക്നെസ് കുറയല്ലേ. കോർണറിലേക്ക് പോകുമ്പോ തിക്നെസ് കുറയാണ്. അപ്പൊ നിങ്ങളോട് കോൺവെക്സ് ലെൻസിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാല് നിങ്ങൾ കോൺവെക്സ് ലെൻസ് ഒന്ന് വരയ്ക്കുക. കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്. അതായത് എഡ്ജസ് മെലിഞ്ഞിട്ടും നടുക്ക് തടിയുള്ള രീതിയിൽ ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്. കോർണേഴ്സ് തിന്നും നടുക്ക് എന്താണ് മിഡിൽ തിക്കുമായിട്ട് ഈ രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് കോൺവെക്സ് ലെൻസ് ആണെന്ന് മാർക്ക് ചെയ്യുക. അതിന് താഴെ കോൺവെക്സ് ലെൻസ് എന്ന് എഴുതണേ, കോൺവെക്സ് ലെൻസ് എന്ന് എഴുതുക. പിന്നെ നിങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് എഴുതുക. തിക്കർ അറ്റ് ദ മിഡിൽ. പിക്ചർ കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. തിക്കർ അറ്റ് ദ മിഡിൽ, ദെൻ തിന്നർ അറ്റ് ദ എഡ്ജ് എഴുതുക. പിന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒബ്ജക്റ്റ് ആർ എന്താണ്, ഷോസ് ദ ഒബ്ജക്ട്സ് മാഗ്നിഫൈഡ് അല്ലെ ഷോസ് മാഗ്നിഫൈഡ് ഒബ്ജക്ട് എഴുതുക. ഷോസ് മാഗ്നിഫൈഡ് ഒബ്ജക്ട് എഴുതുക. ദെൻ ലൈറ്റ് റേസ് ആർ കൺവേർജ്ഡ്. Light rays are converged. Light rays are converged എന്ന് എഴുതുക. സോ ലൈറ്റ് റേസ് കൺവേർജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ കോൺവെക്സ് ലെൻസിന് വേറെ ഒരു പേരുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് എന്താണ്, സോ കൺവേർജ് ചെയ്യുന്നോണ്ട് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് അതെന്താണ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺവേർജിങ് ലെൻസ്. കൺവേർജിങ് ലെൻസ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് കോൺവെക്സ് ലെൻസ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. കോൺവെക്സ് ലെൻസ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താന്ന് വെച്ചാൽ ആദ്യം ഫിഗർ വരയ്ക്കുക. എന്നിട്ട് മിഡിൽ തിക്കർ അറ്റ് ദ മിഡിൽ ആയിരിക്കും, തിന്നർ അറ്റ് ദ എഡ്ജസ് ആയിരിക്കും. ഇറ്റ് ഷോസ് മാഗ്നിഫൈഡ് ഒബ്ജക്ട് ആൻഡ് ദ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ദ കോൺവെക്സ് ലെൻസ് get converged. The light ray passing through the convex lens get converged. So it is also called converging lens. Convex lens are also called converging lens. ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കോൺവെക്സ് ലെൻസിനെ പറ്റി ചോദിച്ചാൽ എഴുതേണ്ടത്. കൺവേർജിങ് ലെൻസ് ഓർത്ത് വെക്കുക. അനദർ ടൈപ്പ് ഓഫ് ലെൻസ്, അതിന്റെ പിക്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്? അനദർ ടൈപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. തിന്നർ ഇൻ ദ മിഡിൽ. നോക്കിക്കേ, ഈ പിക്ചർ ഇത് കോൺകേവ് ലെൻസിൻ്റെതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ തിക്നെസ് ഇത്രയേ ഉള്ളൂ, തിന്നർ ആണ്. പക്ഷെ ഇവിടെ നോക്ക്, എഡ്ജസിലേക്ക് വരുന്ന സമയത്ത് തിക്നെസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണുന്നില്ലേ?
സോ നമുക്ക് എന്ത് പറയാം? തിന്നർ ഇൻ ദ മിഡിൽ, തിന്നർ ഇൻ ദ മിഡിൽ, ദെൻ തിക്കർ, തിക്കർ ഇൻ ദ എഡ്ജസ്, തിക്കർ ഇൻ ദ എഡ്ജസ്. രണ്ട് എഡ്ജിലേക്ക് പോകുമ്പോ തിക്കർ ആണ്, എന്നാ മിഡിൽ എന്താണ്? തിന്നർ ആണ്. മിഡിൽ ഇത്ര തിക്നെസ്സേ ഉള്ളൂ, പക്ഷെ എഡ്ജസില് തിക്കർ ആണ്. എഡ്ജസിൽ എന്താണ്? തിക്കർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? പിന്നെ നമ്മൾ അവിടെ പറഞ്ഞൊരു കാര്യം എന്താണ്? കോൺവെക്സ് ലെൻസ് എന്താണ്? ലൈറ്റ് റേസിനെ കൺവേർട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് ഇതിൽ കടന്നു പോയി കഴിഞ്ഞാൽ എന്താണ്? കൺവേർട്ട് ചെയ്യുന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? കൺവേർട്ട് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൈവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ഡൈവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിലൂടെ പാസ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യല്ല ചെയ്യുന്നത്, ഡൈവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്യുന്നില്ല, പകരം ഡൈവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് കൂടിച്ചേരുക. ഇവിടെ ഒരു പോയിന്റിലേക്ക് അങ്ങോട്ട് കൂടിച്ചേരാണോ ചെയ്യുന്നത്? ഈ രീതിയിൽ പോവല്ലേ ചെയ്യുന്നത്? ഡൈവേർട്ട് ആയി പോവാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ലൈറ്റ് റേസ് ആർ ഡൈവേർജിങ്, ലൈറ്റ് റേസ് ആർ ഡൈവേർജിങ്. സോ ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? കൺവേർട്ട് ചെയ്യുമ്പോൾ കോൺവെക്സ് ലെൻസിനെ നമ്മൾ പറഞ്ഞു കൺവേർജിങ് ലെൻസ്. സോ ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ കോൺകേവ് ലെൻസിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കോൺകേവ് ലെൻസ് ആർ ഓൾസോ കോൾഡ് ഡൈവേർജിങ് ലെൻസ്. കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ലെൻസ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് എന്താണ്? ഡൈവേർജിങ് ലെൻസ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു കോൺവെക്സ് ലെൻസ് ഒബ്ജക്റ്റ് മാഗ്നിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ കോൺകേവ് ലെൻസ് ഒബ്ജക്റ്റിനെ ചെറുതാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ലാർജ് ഏരിയ കിട്ടും, പക്ഷെ എന്താണ്? ചെറുതാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്, മാഗ്നിഫൈ ചെയ്ത് കാണിക്കല്ല ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്തും കൂടെ പറയാം? ഡിമിനിഷ് ദി ഇമേജ്. മറ്റേ എന്താണ്? മാഗ്നിഫൈ അല്ലേ? ഡിമിനിഷ് ആണ് ചെയ്യുന്നത്, ചെറുതാക്കുക. ഡിമിനിഷ് ചെയ്യാണ് ചെയ്യുന്നത് എന്ന് പറയാം. അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ചെറുതാവുന്ന പോലെയാണ് തോന്നുന്നത്, പക്ഷേ കോൺവെക്സ് ലെൻസിൽ നോക്കുമ്പോൾ മാഗ്നിഫൈ ചെയ്തിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തിൽ ഓർത്ത് വെക്കുക? കോൺകേവ് ലെൻസ് പിക്ചർ വരയ്ക്കുക. ദെൻ നിങ്ങൾ എഴുതേണ്ടത് തിന്നർ ഇൻ ദ മിഡിൽ, തിക്കർ അറ്റ് ദ എഡ്ജസ്. Then light rays passing through it diverges, and concave lens is also called diverging lens, and it gives image lesser than the object. ഒബ്ജക്റ്റിനേക്കാളും ലെസ്സർ ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. കോൺവെക്സ് ലെൻസിൽ എങ്ങനെയായിരുന്നു? മാഗ്നിഫൈഡ് ഇമേജ് ആണ്, അതായത് ഒബ്ജക്റ്റിനേക്കാളും വലുതാ, മാഗ്നിഫൈ ആണ് ചെയ്യുന്നത്, മാഗ്നിഫൈഡ് ഇമേജ് ആണ് കിട്ടുന്നത്. എന്നാൽ ഇവിടെ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, അതായത് ചെറുതാണ് എന്നാണ് പറയാം. അല്ലെങ്കിൽ ഗിവ്സ് ലാർജർ ഏരിയ എന്ന് കൊടുത്താൽ മതി. കവേഴ്സ് ലാർജർ ഏരിയ എന്ന് കൊടുക്കാം. കവേഴ്സ് ലാർജർ ഏരിയ അങ്ങനെ കൊടുക്കാം. ലാർജർ ഏരിയയിലുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. അതായത് മാഗ്നിഫൈ ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റിനെ വലുതായി കാണിക്കുക, എന്നാൽ സ്മോൾ ആക്കുമ്പോൾ എന്താ കുറച്ചുകൂടെ ഏരിയ കാണിക്കാൻ പറ്റും. അതാണ് കോൺകേവ് ലെൻസിന്റെ ഇത്രയും പോയിന്റുകൾ എഴുതുക. ദെൻ നിങ്ങൾ എന്ത് എഴുതണം? കോൺകേവ് ലെൻസിന്റെ ഇമേജ് വരയ്ക്കുക. ഇത്രയും പോയിന്റ് ചെയ്ത് കോൺകേവ് ലെൻസിന്റെ ഇമേജ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ അടുത്തത്, ട്രൈ ടു ബേൺ എ പീസ് ഓഫ് പേപ്പർ വിത്ത് സച്ച് ലെങ്സ്. ഈസ് ഇറ്റ് പോസിബിൾ? നമ്മളിപ്പോ കോൺവെക്സ് ലെൻസിൽ പേപ്പർ ബേൺ ചെയ്യുന്നത് പറഞ്ഞു, ഒരു പേപ്പർ ബേൺ ചെയ്യുന്നു പറഞ്ഞല്ലോ. അതിന് നമ്മൾ ബേണിംഗ് ലെൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസാ. എന്നാൽ ഈ കേസിൽ ഉണ്ടല്ലോ, ഈ കോൺകേവ് ലെൻസിന്റെ കേസിൽ നമുക്ക് ഇതുപോലെ സൺലൈറ്റിൽ വെച്ച് പേപ്പറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പറിനെ ബേൺ ചെയ്യാൻ സാധിക്കില്ല. അത് കോൺവെക്സ് ലെൻസിന് മാത്രമേ സാധിക്കുള്ളൂ. അത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. കോൺവെക്സ് ലെൻസിന് ലൈറ്റ് റേ ഒരു പോയിന്റിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് സ്മോൾ പോയിന്റിൽ കുറെ നേരം സൺലൈറ്റ് തട്ടുന്നില്ലേ, ആ പോയിന്റിൽ സൺലൈറ്റ് തട്ടുന്നത് കൊണ്ടാണ് അത് ബേൺ ചെയ്യുന്നത്. പക്ഷേ കോൺകേവ് ലെൻസിന്റെ കേസിൽ എന്താണ്? അത് ഡൈവേർട്ട് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിന് പേപ്പറിന് എന്താക്കാൻ സാധിക്കാത്തത്? ബേൺ ചെയ്യാൻ സാധിക്കാത്തത്. It is understood that this type of lens cannot converge the light. ഇതിന് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഇതിന് എന്താണുള്ളത്? ഡൈവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ആണുള്ളത്.
സോ അതുകൊണ്ട് എന്താണ്, ഡൈവേർജ് ചെയ്യാനുള്ള എബിലിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഡൈവേർജ് ചെയ്യാനുള്ള എബിലിറ്റി ആണുള്ളത്, കൺവേർജ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഇത് ബേണിംഗ് ലങ്സിൽ യൂസ് ചെയ്യുന്നില്ല. ബേണിംഗ് ലങ്സിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, കോൺവെക്സ് ലെങ്സ് ആണ്. ബേണിംഗ് ലെങ്സിൽ കോൺവെക്സ് ലെങ്സ് ആണ്. കാരണം കോൺകേവ് ലെങ്സിന് കൺവേർജ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. കോൺകേവ് ലെങ്സ് എന്താണ് ചെയ്യുക, ഡൈവേർജ് ആണ് ചെയ്യുന്നത്. കോൺകേവ് ലെങ്സ് ഡൈവേർജ് ആണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? കോൺകേവ് ലെങ്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെങ്സിന്റെ നമ്മൾ പറഞ്ഞു. മൊത്തം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോൺവെക്സ് ലെങ്സിന്റെ കാര്യങ്ങൾ ഇത്രയും പോയിന്റ് എഴുതുക, മനസ്സിലാക്കുക. കോൺകേവ് ലെങ്സ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണേ, എന്നാലാണ് അടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. ഇപ്പൊ ഇത്രയും പ്രോപ്പർട്ടി ക്ലിയർ ആയല്ലോ. കോൺകേവ് ലെങ്സ് എന്താണ്, കോൺവെക്സ് ലെങ്സ് ആണ് എന്താണ്, എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അടുത്തത്, ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺകേവ് ലെങ്സ് ആൻഡ് കോൺവെക്സ് ലെങ്സ് ഇൻ ദ ടേബിൾ. അപ്പൊ നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. കോൺകേവ് ലെങ്സ് എന്താ, കോൺവെക്സ് ലെങ്സ് എന്താ, പ്രോപ്പർട്ടീസ് എന്താന്ന് പറഞ്ഞു. ഇനി അതിനെ ടേബിൾ ആക്കാനാണ് പറഞ്ഞത്. ഞാനിവിടെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ പറ്റെങ്കിൽ സ്വന്തം എഴുതാനൊന്ന് ശ്രമിച്ചു നോക്കുക. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾ ഒന്ന് എഴുതാൻ ശ്രമിക്കാം. ഞാനിവിടെ എഴുതാം. കോൺവെക്സ് ലെങ്സ് തിക്കർ ഇൻ ദ മിഡിൽ, തിന്നർ ഇൻ ദ എഡ്ജസ്. തിന്നർ ഇൻ ദ എഡ്ജസ്. Magnifies the object. Magnifies the object. Light rays are converging. Then image വരച്ചുക. ഓക്കെ ആണല്ലോ. അടുത്തത്, thinner in the middle. Thinner in the middle. Thicker at the edges. പിന്നെ എന്താണ്, covers large area. Covers larger area. ലാർജർ ഏരിയ കാണാൻ സാധിക്കും, പക്ഷെ മാഗ്നിഫൈ ചെയ്യൂല, സ്മോൾ ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഇതെന്താണ്, ഡൈവേർജസ്. ലൈറ്റ് റേസ് ആർ ഡൈവേർജിങ്. ലൈറ്റ് റേസ് ആർ ഡൈവേർജിങ്. ദെൻ എന്താക്കുക, ഇമേജ് വരച്ചു വെക്കുക. ഇമേജ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നടുക്ക് മെലിഞ്ഞിട്ടാണ്. കോൺകേവ് എന്നല്ലേ നമ്മൾ പറയാ. കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗുഹ എന്നുള്ള മീനിങ് അല്ലേ. അങ്ങനെ ആലോചിക്കുക. അപ്പൊ കേവ് പോലെ രണ്ട് സൈഡിലും ഉണ്ടാവും. കണ്ടോ, ഉള്ളോട്ട്, ഗുഹ ഉള്ളോട്ടല്ലേ ഉണ്ടാവുക. അങ്ങനെ ആലോചിക്കുക. കേവ്, കേവ് എന്ന് ആലോചിച്ചിട്ട് പഠിക്കുക. അപ്പൊ ഇവിടെ കണ്ടോ, രണ്ട് കേവ് പോലെയല്ലേ. അപ്പൊ കോൺകേവ് ഉള്ളോട്ട്. ഉള്ളോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, മിഡില് തിന്നർ ആയിരിക്കും, എഡ്ജസ് തിക്കർ ആയിരിക്കും. ദെൻ കോൺകേവ് ലെങ്സിന് വേറൊരു പേരുണ്ട്, എന്താണ്, ഡൈവേർജിങ് ലെങ്സ്. ഡൈവേർജിങ് ലെങ്സ്. കോൺവെക്സ് ലെങ്സിന് വേറൊരു പേരുണ്ട്, എന്താണ്, കൺവേർജിങ് ലെങ്സ്. കൺവേർജിങ് ലെങ്സ്. കൺവേർജിങ് ലെങ്സ് ആൻഡ് ഡൈവേർജിങ് ലെങ്സ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ രണ്ട് ടൈപ്പ് ഓഫ് ലെങ്സസ്. ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടൈപ്സ് ഓഫ് ലെങ്സസ്. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, കോൺവെക്സ്, കോൺകേവ്. രണ്ടിന്റെ പ്രോപ്പർട്ടീസ്, ഇമേജ്, അതിന്റെ വേറെ പേര്. കോൺവെക്സ് ലെങ്സ് കൺവേർജിങ് ലെങ്സ്, കോൺകേവ് ലെങ്സ് ഡൈവേർജിങ് ലെങ്സ്. അതിന്റെ പ്രോപ്പർട്ടീസും ഇമേജും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ എഴുതണം. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലും ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. Observe the letters through each length and move the length to one side. What is the observation? When a convex lens is used, the letter appears to move in the opposite direction. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ലെങ്സ് യൂസ് ചെയ്യാം. രണ്ട് ലെങ്സും എടുത്തിട്ട് ലെറ്റേഴ്സിന്, ഈച്ച് ലെങ്സിലൂടെ ലെറ്റേഴ്സിനെ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ലെറ്റേഴ്സ് ത്രൂ ഈച്ച് ലെങ്സ് ആൻഡ് മൂവ് ദ ലെങ്സ് ടു വൺ സൈഡിൽ. നമ്മളോട് ലെങ്സ് വൺ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് പറയുന്നത്.
When a convex lens is used, എന്താണ് letters appears to move in the opposite direction. കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് മൂവ് ചെയ്ത ലെറ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് ലെറ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസ്. ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസ്. ഓർത്ത് വെക്കുക, കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് മൂവ്സ് എന്താണ്? moves in the opposite direction. Opposite direction. Okay. This activity can be used as a method to distinguish between convex lens and concave lens. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പേപ്പർ തന്നു, ഒരു റൈറ്റിംഗ് ഉള്ള പേപ്പർ തന്നു, രണ്ട് ലെൻസ് തന്നു. നിങ്ങൾക്ക് കോൺവെക്സും ഉണ്ട് കോൺകേവും ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല ഏതാണ് കോൺകേവ് ഏതാണ് കോൺവെക്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം ഇതിൽ ഏതാണ് കോൺകേവ് ഏതാണ് കോൺവെക്സ് എന്നുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണിത്. നിങ്ങൾ എന്താക്കുക, റീഡിംഗ് ഉള്ള പേപ്പർ എടുക്കുക, അതിലേക്ക് ലെൻസ് വെക്കുക. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള ലെൻസ് അത് വെച്ചിട്ട് ലെറ്റേഴ്സിൽ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലെറ്റേഴ്സ് നമ്മളെ ലെൻസ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ലെൻസിൽ നോക്കുമ്പോൾ നമ്മുടെ ലെൻസ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലെറ്റേഴ്സ് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നത്. ലെൻസ് ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബാക്കിലോട്ട് നമുക്ക് ലെറ്റേഴ്സ് മൂവ് ചെയ്യുന്ന രീതിയിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള ലെൻസ് കോൺവെക്സ് ആയിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ ലെൻസ് എന്താണ്? കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എന്താണ് ഈ ഒരു ആക്ടിവിറ്റി യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തന്ന ലെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് മതി? ലെൻസും ഒരു റൈറ്റിംഗ് ഉള്ള പേപ്പറും എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കോൺവെക്സ് ലെൻസ്, സെയിം ഡയറക്ഷൻ അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നില്ല എങ്കിൽ കോൺകേവ് ലെൻസ്. അപ്പൊ നിങ്ങൾക്ക് ലെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു മെത്തേഡാണ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, ഈച്ച് ലെൻസ് ഹാസ് ടു സർഫേസ്. When light passes through them, refraction occurs. That means a lens has two refracting surface. Each ലെൻസിന് എന്താണ്? ഓരോ ലെൻസിനും രണ്ട് സർഫസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ലെൻസ് സപ്പോസ് ഇത് കോൺകേവ് ലെൻസ്, ഇതിന് ഇങ്ങനെ ഒരു സർഫസ് ഇല്ലേ? ഇതാണ് നമ്മളെ കോൺവെക്സ് ലെൻസ്. കോൺകേവ് ലെൻസ് മറിച്ചു രണ്ട് ലെൻസ് എടുത്ത് ഇതിന് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ഒരു സർഫസ് ഇല്ലേ? രണ്ട് സർഫസ് ഉണ്ട്. അതുപോലെ ഇതിനുണ്ട് ഈ സർഫസ് ഈ സർഫസ്. അപ്പൊ എന്താണ്? ഈച്ച് ലെൻസ് ഹാസ് ടു സർഫസ്. ഈച്ച് ലെൻസിന് എന്തുണ്ട്? ടു സർഫസ് ഉണ്ട്. When light passes through them, ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ എന്താന്ന് ഓർക്കുന്നുണ്ടോ? റിഫ്രാക്ഷൻ എന്താന്നുള്ളത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് റേക്ക് ഉണ്ടാകുന്ന ഒരു ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ ഫ്രം ബെൻഡിങ് ഓഫ് ലൈറ്റ് റേസ് ട്രാവലിംഗ് ഫ്രം എ മീഡിയം ടു അനദർ മീഡിയം ആണ് എന്ത്? റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ഈസ് ദ ഫിനോമിന ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ when it is traveling from a medium to another medium. ഈ ഒരു പ്രോസസ് ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ പറയുന്നത് റിഫ്രാക്ഷൻ. അപ്പൊ ലെൻസിലേക്ക് ലൈറ്റ് വരിക എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? എയർ അല്ലേ? പുറത്തുനിന്ന് വരികയെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു മീഡിയം ആണ് എയർ. എന്നിട്ട് ലെൻസ് എന്ന് പറയുന്ന ഗ്ലാസ് അല്ലേ മെറ്റീരിയൽ. അപ്പൊ ഈ ഗ്ലാസ്സിലേക്ക് അപ്പം മീഡിയം മാറി, എയറിൽ നിന്ന് ഗ്ലാസ് ആയി മീഡിയം മാറി. അപ്പൊ ഈ ലൈറ്റ് റേക്ക് എന്തുണ്ടാവും? ഒരു ബെൻഡിങ് ഉണ്ടാവും. ഈ ബെൻഡിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞത്? ലെൻസസിൽ റിഫ്രാക്ഷൻ. അതൊന്ന് ഓർത്ത് വെച്ച് റിഫ്രാക്ഷൻ ആണ് ലെൻസിലുള്ള ഫിനോമിന ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് മീൻസ് എ ലെൻസ് ഹാസ് ടു റിഫ്രാക്ടിങ് സർഫസ്. അതിനർത്ഥം എന്താണ്? ലെൻസിന് രണ്ട് റിഫ്രാക്ടിങ് സർഫസ് ഉണ്ട്. ഇവിടുന്ന് വരാം, ഇവിടുന്ന് ബെൻഡ് ചെയ്യുക. ഈ ഭാഗത്തുനിന്ന് ലൈറ്റ് റേക്ക് വരാം, ഇവിടുന്ന് ബെൻഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുണ്ട്, രണ്ട് ഭാഗമുണ്ട്. സോ റിഫ്രാക്ഷൻ, ടു റിഫ്രാക്ടിങ് സർഫസ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. റിഫ്രാക്ടിങ് സർഫസസ് ഓഫ് എ ലെൻസ് ആ പാർട്ട് ഓഫ് എന്താണ്? ലെൻസിന്റെ റിഫ്രാക്ടിങ് സർഫസ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എന്താ?
സ്പിയർ ആണ്, പാർട്ട് ഓഫ് സ്പിയർ ആണ്. ഇങ്ങനെ ഒരു സ്പിയർ ഇല്ലേ, ഇതൊരു സ്പിയർ ആണ്. ഈ സ്പിയറിനെ കട്ട് ചെയ്യുന്നതാണ് എന്ത് കിട്ടുന്നത്, എനിക്ക് ലെങ്സ് കിട്ടുന്നത്. അപ്പൊ ഒരു സ്പിയർ ആണെന്ന് വിചാരിച്ചത്, ഇതിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ട് സ്പിയറിന്റെ ഇത് കണ്ടോ, ഇതെന്താണ്, നമ്മളെ കോൺവെക്സ് ലെങ്സ് അല്ലേ. ഇവിടെ നോക്കിയത് രണ്ട് സ്പിയർ. ഈ സ്പിയറിന്റെ കണ്ടോ, രണ്ട് സ്പിയറിന്റെ ഈ ഒരു പോയിന്റ് കണ്ടോ, ഇതാണ് നമ്മളെ കോൺവെക്സ് ലെങ്സ്. ഇതാണ് നമ്മളെ കോൺവെക്സ് ലെങ്സ്. ഇവിടെ രണ്ട് സ്പിയർ കണ്ടോ, കാണുന്നില്ലേ, ഇവിടെ ഒരു സ്പിയർ ഉണ്ട്, ഇവിടെ ഒരു സ്പിയർ ഉണ്ട്. ഈ രണ്ട് സ്പിയറിന്റെ ഇടയിൽ കണ്ടോ, ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇതാണ് നമ്മളെ കോൺകേവ് ലെങ്സ്. കോൺകേവ് ലെങ്സ്. അപ്പോൾ എന്തുണ്ട്, രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ട് ഓഫ് ടു സ്പിയർ ആണ്. പാർട്ട് ഓഫ് സ്പിയർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്, സ്പിയറിന്റെ പാർട്ടായിട്ടാണ് പറയാം. എ ലെങ്സ് ഈസ് എ transparent medium in which each refracting surface is a part of sphere. ഇതിലുള്ള each refracting surface എന്ന് പറയുന്നത് എന്താണ്, സ്പിയറിന്റെ പാർട്ടാണ്. രണ്ടിന്റെയും റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് സ്പിയറിന്റെ പാർട്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇതിന്റെ രണ്ടിന്റെ റിഫ്രാക്ട് ചെയ്യുന്ന സർഫസ് സ്പിയറിന്റെ പാർട്ടാണ്. അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ, അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ചാപ്റ്ററിലെ ഫസ്റ്റ് ഒരു പാർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ലെൻസസിന്റെ ആപ്ലിക്കേഷൻസ് കുറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടോയ്സ്, സ്പെക്ടാക്കിൾസ്, ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, റീഡിംഗ് ലെൻസ്, ദെൻ ബേണിംഗ് ലെൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം പിന്നെ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ലെൻസസിന്റെ രണ്ട് ടൈപ്പ് പറഞ്ഞു, കോൺവെക്സ് ലെൻസ് ഉണ്ട്, കോൺകേവ് ലെൻസ് ഉണ്ട്. ദെൻ കോൺവെക്സ് ലെൻസിൽ നമ്മൾ പറഞ്ഞു, അതിന് നമ്മൾ എന്ത് പറയും, കൺവേർജിങ് ലെൻസ് എന്നും കൂടെ പറയും. അവിടെ എന്ന് പറഞ്ഞാൽ തിക്കർ അറ്റ് ദ മിഡിൽ, തിന്നർ അറ്റ് ദ എഡ്ജസ് ആണ്. പിന്നെ നമുക്ക് പറയാം ലൈറ്റ് റേ പാസിംഗ് ത്രൂ എ കോൺവെക്സ് ലെൻസ് കൺവേർജസ് എന്ന് പറയാം. പിന്നെ ഒബ്ജക്ട് സീൻ അല്ലെ എന്താണ്, നമുക്ക് ഒബ്ജക്റ്റിന് എന്താണ്, ഒബ്ജക്ട് സീൻ ത്രൂ കോൺവെക്സ് ലെൻസ് ആർ മാഗ്നിഫൈഡ്, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ഷോസ് മാഗ്നിഫൈഡ് ഒബ്ജക്ട് എന്നുള്ള കാര്യം പറയാം, പിക്ചർ പറഞ്ഞു. പിന്നെ പറയുന്നതാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ പറയുമ്പോൾ നമുക്ക് പറയാം, കോൺവെക്കേവ് ലെൻസിന് നമ്മൾ പറയുന്ന വേറെ പേരാണ് ഡൈവേർജിങ് ലെൻസ്. അതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ തിന്നർ അറ്റ് ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജസ് ആണെന്ന് പറയാൻ സാധിക്കും. പിന്നെ എന്താണ് പറയുന്നത്, തിന്നർ അറ്റ് ദ മിഡിൽ, തിക്കർ അറ്റ് ദ എഡ്ജസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് ആർ ഡൈവേർജിങ് എന്ന് പറയാൻ സാധിക്കും, ഡൈവേർജ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഒബ്ജക്റ്റ് കാണുന്നത് സ്മോളർ ആണ്, കവേഴ്സ് ലാർജ് ഏരിയ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോൺകേവ് പറഞ്ഞു, അതിന്റെ പിക്ചറും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? പിന്നെ ലെൻസസിൽ നടക്കുന്ന ഫിനോമിന റിഫ്രാക്ഷൻ ആണ്. അപ്പൊ ഒരു ലെൻസിന് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്, കോൺവെക്സിന് രണ്ടുണ്ട്, കോൺകേവിനും രണ്ടുണ്ട്. ദെൻ ഈ റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ട് ഓഫ് എ സ്ഫിയർ ആണ്. ബോത്ത് റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എ സ്ഫിയർ ആണ്. ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇതിപ്പോ ബേസിക് ഇൻട്രൊഡക്ഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ലെൻസ് ആണ്. നമുക്ക് ലെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസുകളൊക്കെ പഠിക്കാനുണ്ട്. ഫോക്കൽ ലെങ്ത്, ഫോക്കസ്, ഫോക്കൽ ലെങ്ത്, ഒപ്റ്റിക് സെന്റർ, പ്രിൻസിപ്പൽ ആക്സിസ്, അങ്ങനെ കുറച്ച് അപ്പർച്ചർ എന്നൊക്കെ പറയുന്ന കുറച്ച് ടേംസുകൾ പരിചയപ്പെടാനുണ്ട്. അതിനുശേഷം ഈ ടേംസ് എന്താണ്, അതിന്റെ വാല്യൂ തന്നാൽ ഇങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടേംസിനൊക്കെ പരിചയപ്പെടാം. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.